ഗൈസ്, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കിനെ പറ്റിയാണ്. അതായത് ഫ്രീലാൻസിങ്. ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സാധ്യതയുള്ളൊരു ഫീൽഡാണ്. ഓക്കെ, സോ ഫ്രീലാൻസിങ് വർക്കുകൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണം. പേഴ്സണൽ ബ്രാൻഡിങ് നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രീലാൻസിൽ വർക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെ ചെയ്യും? ഞാൻ എൻ്റെ ഗ്രാഫിക് ഡിസൈനിങ് കരിയറിൽ ഫസ്റ്റായിട്ട് പേഴ്സണൽ ബ്രാൻഡിങ്ങിന് എടുത്തൊരു സ്റ്റെപ്പാണ് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയാം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഓഡിയൻസ് എൻഗേജ്ഡ് ആവുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനത്തെ എൻഗേജ്മെൻ്റ് ആയിട്ടുള്ള ആ ഒരു ഓഡിയൻസിന് പറ്റിയിട്ടുള്ള രീതിയിലുള്ളൊരു ടൈപ്പ് ഓഫ് കണ്ടൻസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു റീച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒരു സെക്കൻഡറി ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്ക് റിയൽ ക്ലയൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേക്ക് ക്ലയൻസ് നമ്മൾ ChatGPT ഉപയോഗിച്ച് പ്രോംപ്റ്റ് ബ്രീഫ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് ഫേക്ക് ക്ലയൻസ് ആയിട്ട് നമ്മൾ ലോഗോ വർക്കായാലും അല്ലെങ്കിൽ പോസ്റ്റർ വർക്കായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് അതൊരു റീലായിട്ടും പോസ്റ്റായിട്ടൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ സ്ലോലി നമ്മൾ അക്കൗണ്ട് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങി. പലരും ഞാൻ പറയുന്നത് കേട്ടിട്ട് നമ്മൾ അക്കൗണ്ട് തുടങ്ങി 2-3 പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് യാതൊരുവിധ റീച്ചും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, എങ്ങനെ റീച്ച് ആക്കാമെന്നൊക്കെ പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ പെട്ടെന്നൊരു ഗ്രോത്ത് അല്ലെങ്കിൽ പെട്ടെന്നൊരു റീച്ചിലോട്ട് നമ്മൾ എങ്ങനെയാലും എത്തില്ല. ഇപ്പം ഞാനിവിടെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് പോസ്റ്റ്, ഒരു 80+ പോസ്റ്റ് ഞാൻ ചെയ്തപ്പോഴും എൻ്റെ ഫോളോവർ കൗണ്ട് എന്ന് പറയുന്നത് വെറും 150 കുറവായിരുന്നു. ഓക്കെ, 80 പോസ്റ്റ്, അത് പോസ്റ്റുകളുണ്ട്, റീലുണ്ട്, ഒക്കെ കൂടി മിക്സ്ഡ് ഓഫ് കണ്ടൻസ് ആയിരുന്നു. എൻ്റെ അക്കൗണ്ടിൻ്റെ PCRs എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് കുറച്ച് പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത്രയും ഒരുപാട് പോസ്റ്റ് ഇട്ടിട്ടും നമുക്കും അങ്ങനത്തെ റീച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ പോസ്റ്റും കാര്യങ്ങളൊന്നും ഇട്ടിരുന്നില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ ദിവസവും ഓരോ പോസ്റ്റ് അങ്ങനെ രീതിയിൽ പ്രൊഫഷണലായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് നമ്മൾ എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തത് മാക്സിമം നമ്മൾ ഓഡിയൻസിലോട്ട് ഷോക്കേസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എനിക്ക് കോളേജിൽ നിന്നുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ മെല്ലെ ഇങ്ങനെ ആ ഒരു അക്കൗണ്ട് റീച്ച് ആയിക്കൊണ്ടുവന്നു. അങ്ങനെ ഒരു ദിവസം ഞാനിവിടെ പെയ്ഡ് വർക്ക് കാര്യങ്ങളൊന്നുമില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട് ത്രൂ വന്നിട്ടുള്ള ഒരു ചെറിയ ട്രിപ്പിൻ്റെ പോസ്റ്റർ ഞാൻ ഫയർഫ്ലൈ യൂസ് ചെയ്തിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ മേലെ ജസ്റ്റ് ആ ഒരു ട്രിപ്പ് പോകുന്ന ഫാമിലീൻ്റെ പേരും ജസ്റ്റ് ആ ഒരു എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരണം അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ഞാനൊരു പോസ്റ്റർ ഇറക്കിയിട്ട് അത് ഞാൻ ഒരു റീലാക്കിയിട്ട് പോസ്റ്റ് ചെയ്തു. ആ ഒരു പോസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു റീലാക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു. ആ ഒരു പോസ്റ്റിൻ്റെ റീല് പെട്ടെന്ന് റീച്ച് കയറി നല്ല രീതിയിലുള്ളൊരു റീച്ച് ആ ഒരു റീലിന് മാത്രമായിട്ട് വന്നു. സോ ഓട്ടോമാറ്റിക്കലി ആ ഒരു റീലിൽ നിന്ന് വരുന്ന ഓഡിയൻസ് നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്യുകയും വേറെയുള്ള കണ്ടൻസും വേറെയുള്ള പോസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്തു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഫ്രീലാൻസിങ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് കരിയർ തന്നെ ഞാൻ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം അതായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. കാരണം അത്രക്കും ഓഡിയൻസ് ഇതിലുണ്ട്, അത്രക്കും ഒരു ആളുകൾ കസ്റ്റമേഴ്സ് ഇത്രയും ഫോളോവേഴ്സ് ഭയങ്കര രീതിയിൽ കസ്റ്റമേഴ്സായിട്ട് കൺവേർട്ടായിട്ട് വന്നപ്പോൾ ഒരുപാട് പേര് വർക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചു. ഒരുപാട് പേരുകൾ ബാക്കി ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചു. സോ ഇതിനൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാം എന്നുള്ളൊരു കറക്റ്റ് ഡിസിഷൻ ഞാൻ അവിടെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മൾ അത്രയും ടൈം എടുത്ത് നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ സ്ലോലി പ്രാക്ടീസ് ചെയ്ത് നമ്മളൊരു പ്രൊഫഷണൽ ലുക്കിലോട്ട് നമ്മൾ കോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മുമ്പ് തന്നെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് രീതിയിലുള്ള വർക്കുകൾ എടുക്കാനും അത് നല്ല രീതിയിൽ ഔട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാനും അതിൽ തന്നെ ഏൺ ചെയ്യാനും നമുക്ക് സാധിച്ചു ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ. ഓക്കെ, സോ ഇതാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഫ്രീലാൻസിങ്ങിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. ഫ്രീലാൻസിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ബട്ട് നമുക്ക് വർക്ക് കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഓരോ കമ്പനീസിനും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് നമ്മൾ ഈ കോളൊക്കെ ചെയ്തിട്ട് ഇമെയിൽ വഴി അങ്ങോട്ട് ഇമെയിൽ അയച്ചിട്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ഓരോ ബിസിനസ് കമ്പനീസിനും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ സ്ഥാപനങ്ങൾ നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ വർക്ക് എടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരുന്ന വർക്കുണ്ട്. അതാണ് സോഷ്യൽ മീഡിയ ത്രൂ ഉള്ള പേഴ്സണൽ ബ്രാൻഡിംഗ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമ്മളിങ്ങനെ ഓരോ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അത് ത്രൂ വരുന്ന സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഓഡിയൻസിൽ നിന്ന് അവർക്ക് ആർക്കെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒരു വർക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ ഫസ്റ്റ്ലി അവരുടെ മൈൻഡിൽ അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുക നമ്മളെ അയക്കും. ഓക്കെ, അവരുടെ സറൗണ്ടിങ്സിലോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആർ റിലേറ്റീവ്സിലൊക്കെ ഇങ്ങനത്തെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഇവർ ഓൾറെഡി നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനൊരു ആളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനൊരു പയ്യൻ ഉണ്ടായിരുന്നു വീഡിയോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു പയ്യൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരുന്നു, സോ അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ അക്കൗണ്ട് അവർക്ക് സജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് തന്നെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യാനും അത് ത്രൂ നമുക്ക് വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടാനും ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇതാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻസ്. ഓക്കെ,